ശരിക്കും ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞാൻ ഉറങ്ങാനും തിന്നാനും വേണ്ടി മാത്രമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയതെന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു 12:30 എല്ലാം ഒതുക്കിയിട്ട് വന്നതായിരുന്നു. പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല. 4 മണിയായപ്പോൾ ഞാൻ പിന്നെ കുളിച്ച് റെഡിയായി ഇറങ്ങി. ഞാൻ ഈ ഒരു എക്സ്പ്രഷൻ ഇട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ പോയി ഇങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരുടെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ട് ഞാൻ ഫ്രീസായിപ്പോയി. മാത്രമല്ല അതുവഴി ഇതുവഴി പോയി എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒരു അമ്മൂമ്മ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക സീരിയൽ നടിയാണോ എന്നൊക്കെ. ഞാനാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി നമ്മുടെ സ്ഥലത്ത് പോയി ഇരുന്ന് അടുപ്പൊക്കെ വെച്ചിട്ട് നേരെ കോഫി കുടിക്കാൻ വേണ്ടി പോയേട്ടാ. ഞാനൊരു കോഫിയും വടയും കഴിച്ചു. അപ്പോഴത്തേക്കും ഒരു അപ്പച്ചൻ ലോട്ടറി ആയിട്ട് വന്നു. അമ്മ അങ്ങനെ ലോട്ടറിയൊക്കെ എടുത്തു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ ഇരുന്നങ്ങ് ഉറങ്ങാൻ തുടങ്ങി കോഫിയും കുടിച്ചിട്ട്. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് ഈ ഒരു ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയാണ്. ഇഡ്ഡലി കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അവിടെ തീയൊക്കെ കൊളുത്തി പൊങ്കാല സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വീണ്ടും ഉറങ്ങി എണീറ്റിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ മൈഗ്രെയിൻ ട്രിഗറായിട്ട് എനിക്ക് ഒട്ടും പറ്റണുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞാൻ വീണ്ടും ഉറങ്ങി എണീറ്റിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉറക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അങ്ങനെ ഞാൻ ഉറങ്ങി എണീറ്റായിട്ട് അമ്മ പറഞ്ഞു ഒന്നും കഴിച്ചില്ലല്ലോ, ഇവിടെ എങ്ങനെ തലയിറങ്ങി വീണ് കഴിഞ്ഞാൽ വയ്യാന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡ്രിങ്കും കൊണ്ടുവന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചോറ് കഴിക്കാൻ ടൈമായി. അങ്ങനെ പിന്നെ ചോറും കഴിച്ചു. പിന്നെ ഈ ഒരു തണ്ണിമത്തനും കഴിച്ചു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ ഉറങ്ങാനും തിന്നാനും വേണ്ടി മാത്രം ഇവിടെ വന്നതെന്ന് എനിക്കൊരു ഡൗട്ട്. പിന്നെ ഞാൻ ഇത്ര നേരം ചുമ്മാ ആയതുകൊണ്ട് ഒന്ന് പുറത്തോട്ടൊക്കെ തലയിൽ തുണിയൊക്കെ ഇട്ട് ഇറങ്ങി. കാരണം ഇനി വെയിലുകൊണ്ട് മൈഗ്രെയിൻ കൂടിയിട്ട് ഇനി എനിക്ക് തിരിച്ച് വീട്ടിൽ എത്തണേ. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ അടുപ്പിനകത്ത് അവിടെ പോയി നോക്കിയപ്പോഴത്തേക്കും എല്ലാം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് പൊങ്കാലയ്ക്ക് വന്ന ഒരു ഫീൽ കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും KSRTC സർവീസൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോൺ ചാർജ് ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്തൊരു കടയിൽ കൊണ്ട് കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും നിവേദ്യമൊക്കെ കഴിഞ്ഞു. നമ്മൾ സാധനമൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് ബസ്സിൽ കയറി സീറ്റൊന്നും കിട്ടിയില്ല. കുറച്ച് നേരം അങ്ങനെ നിന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുത്ത് ഒരുമാതിരി വന്നു. അപ്പോൾ ഞാൻ പിന്നെ മുടിയൊക്കെ അഴിച്ച് കെട്ടി വെച്ച് ഞാൻ അങ്ങ് ഒരു നിൽക്കലായിരുന്നു അങ്ങോട്ട്. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ തിരിച്ചെത്താറായപ്പോൾ ഞാൻ കുറച്ച് ഓക്കെ ആയിട്ടാ. പിന്നെ ഈ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരിത് പറയണം. കാരണം ട്രിവാൻഡ്രം ഇന്ന് മൊത്തത്തിൽ അവധിയായിട്ട് ഇവരൊക്കെ വർക്ക് ചെയ്യണുണ്ടായിരുന്നു. എനിക്കപ്പോൾ അത് പറയണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ അവരുടെ വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ നിന്നൊക്കെ ഉറങ്ങണ്. എന്നെ പറഞ്ഞു ഞാൻ ഉറങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഒരാൾ നിന്നൊക്കെ ഉറങ്ങുന്നു. പിന്നെ കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും ബസ്സിൽ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ വിൻഡോ സീറ്റിൽ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് അങ്ങനെ വീടിൻ്റെ അവിടുത്തെ ബസ് സ്റ്റോപ്പ് എത്തി. ഇവിടെ കുറേ പേര് ഇറങ്ങാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് 2-3 കിറ്റ് കൂടുതലുള്ളതുകൊണ്ട് അപ്പൂപ്പനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ഉറങ്ങി എണീറ്റിരിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്തസ്സ്. ഇന്ന് ഉറങ്ങാനും തിന്നാനും വേണ്ടി മാത്രം ഒരു ദിവസമായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് പ്രസാദമൊക്കെ എടുത്ത് കഴിച്ച് പിന്നെ അമ്മയായിട്ടൊരു ഫിറ്റ് ചെക്ക് നടത്താമെന്ന് വെച്ചു. അപ്പോൾ ഈ ദിവസം അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.